2, 3, 4, 5, 6, 7, 8, 9, 10. ഞാൻ വരുന്നേ. ഞാൻ വരുവാ കേട്ടോ. നിന്നെ ഞാൻ ഇപ്പം കണ്ടുപിടിക്കും. നിന്നെ ഞാൻ കണ്ടേ. പിടിച്ചേ. രാജു, നമ്മൾ വഴി തെറ്റിയെന്നാ തോന്നുന്നത്. ശരിയാണ്, ആകെ ഇരുട്ടാണല്ലോ. നമ്മൾ കാട്ടിലാണല്ലോ. വീട്ടിലേക്കുള്ള വഴി കാണുന്നില്ല. നമ്മളിനി എന്ത് ചെയ്യും രാധേ? എനിക്ക് പേടിയാകുന്നു രാജു. വീട്ടിൽ തിരിച്ചു പോണം. അതെ അതെ, ആരെങ്കിലും ഉണ്ടോ രക്ഷിക്കാൻ? ഞാൻ ഈ കുപ്പിയില്ല. ആരെങ്കിലും ഉണ്ടോ രക്ഷിക്കാൻ? അതെ അതെ, ആരെങ്കിലും ഉണ്ടോ? എന്നെ ഒന്ന് പുറത്തെടുക്കാമോ? രാജു, അതൊരു കുട്ടിയുടെ ശബ്ദമാണല്ലോ. അതെ അതെ, ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ എന്നെ ഒന്ന് രക്ഷിക്കാൻ? എന്നെ ഒന്ന് പുറത്തേക്ക് വിടാമോ? ആരെങ്കിലും ഉണ്ടോ? അതെ, ആരെങ്കിലും ഉണ്ടോ? എന്തോ അപകടത്തിലാണെന്ന് തോന്നുന്നു. ശരിയാ, വാ നമുക്ക് അവൻ എവിടെയാണെന്ന് തപ്പാം. ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ എന്നെ ഒന്ന് രക്ഷിക്കാൻ? എന്നെ ഒന്ന് പുറത്തേക്ക് വിടാമോ? ആരെങ്കിലും ഉണ്ടോ? അതെ, ആരെങ്കിലും ഉണ്ടോ? ഇവിടെ നിന്നാണ് ശബ്ദം വരുന്നത്. സൂക്ഷിക്കണേ. ഈ കുപ്പി ഒന്ന് എന്നെ ഒന്ന് പുറത്തു വിടാമോ? ഞാൻ നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാം. നന്ദിയുണ്ട് കൂട്ടുകാരെ, നിങ്ങൾ എന്നെ ഈ കുപ്പിയിൽ നിന്ന് രക്ഷിച്ചു. ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല. എന്റെ പേര് മായാവി എന്നാണ്. ഞാൻ നിങ്ങളെ പോലെ തന്നെ ഒരു സാധാരണ കുട്ടിയാണ്. എന്റെ ഈ വടിയുണ്ടോ, ഇതുകൊണ്ട് എനിക്ക് പല മാജിക്കും കാണിക്കാം. ഇത് ചില ദുഷ്ടന്മാർ തട്ടിപ്പറിച്ചെടുക്കാൻ നോക്കി അത് ഞാൻ ഒളിച്ചു വെച്ചു. അപ്പോൾ അവരെന്നെ ഈ കുപ്പിയിലാക്കി. ഇപ്പോൾ നിങ്ങൾ എന്നെ രക്ഷിച്ചു. അതിന് എനിക്ക് നന്ദിയുണ്ട്. നിങ്ങൾ എന്റെ സഹായം എപ്പോ ചോദിച്ചാലും ഞാൻ നിങ്ങളുടെ അടുത്തുണ്ടാവും. ഞങ്ങൾ കാട്ടില് പെട്ടുപോയി. ഞങ്ങളെ വീട്ടിലെത്താൻ സഹായിക്കുമോ? അതിനെന്താ, വരൂ പോകാം. ഇങ്ങനെ ഒന്നും നടക്കില്ല. പിന്നെ എന്ത് ചെയ്യണമെന്ന് പറ. നമുക്ക് ഈ വഴി അങ്ങോട്ട് പോകാനോ? എടാ വേണ്ട, ഈ വഴി നമുക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല. അവിടെ കംപ്ലീറ്റ് കടുവകളുടെ ശല്യമാണ്. നീ ഇത് കണ്ടോ? നമുക്ക് ചെങ്കൽപ്പാറ വഴി വിടാം. അത് പറ്റില്ല, അതുവഴി ഒട്ടും പോകാൻ പറ്റില്ല. എടാ മണ്ട, ആണെങ്കിൽ അത്രയും കാട്ടാനൊരു ശല്യമാണ്. പിന്നെ ഏത് വഴി പോകുന്നതെന്ന് പറ. ഈ മുയലിനെയൊക്കെ എങ്ങനെ കൂട്ടിലെത്തിക്കും? ഈ കളി കുറുക്കക്കാരനെ കൊണ്ട് തോറ്റു. ഒരു കുറുപോലും തരില്ല. വരച്ച് എന്റെ പെൻസിലൊക്കെ തേഞ്ഞു പോയി. അതിന് ബുദ്ധി വേണം ഇതൊക്കെ സോൾവ് ചെയ്യാൻ. ആ പോലീസുകാരൻ പറഞ്ഞതല്ലേ നമുക്കിതൊന്നും ഇല്ലെന്ന്. നിധി കണ്ടുപിടിച്ചിട്ട് വേണം അത് കുറെ അങ്ങ് വാങ്ങാൻ. എന്ത് ബുദ്ധിയോ? ഇടാ മരമണ്ട,
അതൊന്നും അങ്ങനെ വാങ്ങാൻ പറ്റുന്ന കാര്യമല്ല. എന്തെങ്കിലും ആവട്ടെ, നീ ആ നിധി ഇങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറ. എനിക്ക് ഉഗ്രൻ ഐഡിയ ഉണ്ട്. ജയിലിൽ കിടക്കുമ്പോൾ ആ ശംഭുവിലെ ശംഭു പറഞ്ഞതാണ്, ഈ കാട്ടിൽ ലുട്ടാപ്പി എന്നൊരു കുട്ടിപ്പിശാച്ചുണ്ടത്രേ. അവന്റെ കൂട്ടുപിടിച്ചാൽ നമുക്ക് നിധി കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ വരാനാണ് പറഞ്ഞത്. എടാ വിക്രമ, നീ അക്രമം പറയരുത്. ഇവിടെ വെറുതെ വായ പൊളിച്ച് നോക്കി നിന്നാൽ ലുട്ടാപ്പി വരുമോ? വായ പൊളിച്ച് നിൽക്കണ്ട. തൊണ്ട തുറന്ന് തൊള്ള എടുത്ത് അവന്റെ പേര് നീ ഒന്ന് വിളിച്ചാൽ മതി. അപ്പോൾ അവൻ വരും. അപ്പൊ വിളിക്കല്ലേ? ലുട്ടാപ്പി, 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 എടാ ലുട്ടാപ്പി, ലുട്ടാപ്പി. വിളിച്ചടേ, നിനക്ക് ഞങ്ങൾ ഒരു പണി വരുന്നുണ്ട്. അയ്യോ, എന്തിനാ എനിക്ക് പണി തരുന്നേ? അതിന് ഞാൻ ഒന്നും നിങ്ങളെ ചെയ്തില്ലല്ലോ. അല്ലടേ, ഞങ്ങൾക്ക് നിന്റെ സഹായം വേണമെന്ന്. അത് പറഞ്ഞു തരാമെന്നാണ് ഉദ്ദേശിച്ചത്. എനിക്ക് മനസ്സിലായി. നിങ്ങൾ ഈ കാട്ടില് നിധി തപ്പിയെടുക്കാൻ വന്നതല്ലേ? അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? അതൊക്കെ എനിക്ക് മനസ്സിലായി, എന്റെ മാന്ത്രിക ശക്തി കൊണ്ട്. മണ്ണാ ഗട്ടി, നീ ഞങ്ങൾ സംസാരിക്കുന്നത് കേട്ടല്ലേ? പറയടാ. നിധി കണ്ടുപിടിക്കാം. അതിന് ഡാഗിനിയുടെയും കുട്ടൂസന്റെയും സഹായം ചോദിക്കാം. അവർക്ക് വല്ല ഐഡിയ ഉണ്ടാവും. അതാരാണ്? എന്റെ സുഹൃത്തുക്കളാ. അവര് വിചാരിച്ചാൽ നല്ല വല്ല സൂത്രം ഒപ്പിക്കാം. നമുക്ക് അങ്ങോട്ട് പോവാം. ഈ വഴി എങ്ങോട്ടാ പോകുന്നേ? എടാ മണ്ട, ഈ വഴി എങ്ങോട്ട് പോകുന്നില്ല. അവിടെ തന്നെ കിടപ്പുണ്ട്. അതല്ലാന്ന് ഇങ്ങനെ പോയി അവിടെ എത്തോ? ഇങ്ങനെ പോണ്ട ആവശ്യമില്ല. കൈ താഴെട്ട് വേറെ എത്തും. നീ എന്താ ഞങ്ങളെ വിളിച്ചേ? അയ്യോ, ഞാൻ രണ്ട് അണ്ണന്മാരെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. നീയായിരുന്നോ? എന്താണ് ലുട്ടാപ്പി? കുട്ടൂസ, ഡാഗിനി എവിടെ? ഡാഗിനി അകത്തുണ്ട്. നീ എന്താ അന്വേഷിക്കുന്നേ? ആരാ ഇങ്ങനെ അലറി വിളിക്കുന്നേ? വന്ന കാര്യം പറ. കുട്ടൂസ, ഇവര് കാട്ടിൽ ഒളിപ്പിച്ചിരിക്കുന്ന നിധി തേടി വന്നതാ. ഞാൻ അതാണ് അവര് ഇങ്ങോട്ട് കൊണ്ടുവന്നേ. വലിയ സൂത്രപ്പണിയുണ്ടോ അത് തപ്പിയെടുക്കാൻ? നിധിയോ? ഈ കാട്ടിലോ? സത്യമാണോ കുട്ടൂസ? നിധിയൊക്കെ ഉണ്ട്, പക്ഷെ അത് കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമല്ല. അതാരും തട്ടിക്കൊണ്ടുപോകാതിരിക്കാൻ പൂരങ്ങൾ കാവൽ നിൽപ്പുണ്ടവിടെ. നിങ്ങളെ കണ്ടാൽ അവന്മാര് ഭസ്മമാക്കി കളയും. ഇനി എന്ത് ചെയ്യും? ഞാൻ പോയാലോ? എന്റെ മമ്മ കണ്ടവര് മയങ്ങി വീഴും. മയങ്ങി വീഴുമായിരിക്കും. പക്ഷെ നിന്റെ ഭംഗി കണ്ടിട്ടായിരിക്കുകയല്ല. അയ്യോ, നിങ്ങൾ ഇങ്ങനെ കിന്നരിച്ച് സമയം കളയല്ലേ. നടക്കുന്ന കാര്യമല്ലെന്നും പറ. ഐഡിയകളൊക്കെ ഉണ്ട്, പക്ഷെ കുറച്ച് പണിയെടുക്കേണ്ടി വരും.
നമ്മുടെ ശത്രു മായാവിയുടെ കയ്യിൽ ഒരു മാന്ത്രിക വടിയുണ്ട്. അത് കയ്യിൽ കിട്ടിയാൽ ഇത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. മാത്രമല്ല ഭൂതങ്ങൾക്ക് അതിന്റെ മുമ്പിൽ ശക്തിയുമില്ല. ഐഡിയ കൊള്ളാം. പക്ഷെ ഈ മായാവിയുടെ വടി എങ്ങനെ തട്ടിയെടുക്കും? എന്തെങ്കിലും സൂത്രമുണ്ടോ നിന്റെ കയ്യില്? ലുട്ടിലൊടുക്കും ഗുരുഗുരുനാളിന്റെ കയ്യില് വല്ലതും കാണും. അതവര് വരുമോ? ഒരടിച്ചു മാറ്റേണ്ടി വരും. എന്നാ പിന്നെ അങ്ങോട്ട് വിടാം നമുക്ക്. വാ, വേഗം വാ. ഗുരു, നമ്മുടെ എക്സ്പെരിമെന്റ് സക്സസ്ഫുൾ ആയി. എങ്ങനെ വർക്ക് ചെയ്യും? ഈ മണി കണ്ടോ? ഇത് അടിച്ചടിച്ചടിച്ച് ശല്യം സഹിക്കാതെ വരുമ്പോൾ നമ്മുടെ കുപ്പിലോട്ട് അവരെ ചാടി ചെയ്തു. അങ്ങനെ നമുക്ക് എത്ര പേരെ കുപ്പിയിലാക്കാം? തൊട്ടു എന്തൊരു ബ്രില്യന്റ് ഐഡിയയാണ്. പക്ഷേ ഇത് ടോപ്പ് സീക്രട്ട് ആയിരിക്കണം. വേറെ ആരും ഇത് തീർച്ചയായും നോക്കണം. ഇത് നമുക്ക് ഹൈഡ് ചെയ്യണം. ഞങ്ങൾ കള്ളന്മാരാ? അയ്യോ, നിങ്ങൾ കള്ളന്മാരാണ്. കണ്ടാ പറഞ്ഞോ, ജീവിതത്തിൽ ആദ്യമായിട്ട് കള്ളന്മാരെ കാണുന്നത്. അതുകൊണ്ടാട്ടോ ഈ സന്തോഷം എനിക്ക് പറയാൻ അറിയുന്നില്ല. ആദ്യമായിട്ടല്ലേ കള്ളന്മാരെ കാണുന്നതാണ്. ഞങ്ങളും ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. നമുക്ക് വല്ല വർത്താനം പറഞ്ഞിരിക്കാം. ഒരു കത്തനെ കാണുന്നില്ലല്ലോ. അതൊന്നും വേണ്ട, ഞങ്ങൾ ഇവിടെ നിന്നോളാം. കാണിക്കുന്നേ എന്താ ഇതിന് നമ്മളെ സൽക്കരിക്കുമ്പോ എങ്ങനെയാ വേണ്ടാന്ന് പറയാ? മോശമല്ലേ? ഇരിക്കാൻ വന്നതല്ലോ, മോഷ്ടിക്കാൻ വന്നതല്ലേ. ആ തോക്കുകൊണ്ട് നിൽക്കണ ഈ പരിപാടി പോണല്ലോ. ഇത് ശരിക്കും നോക്കണല്ലേ? ഈ സാധനം പോക്കലൊക്കെ ഇട്ടുകൊണ്ട് കൊടുക്കാൻ പറ്റും അല്ലേ? ഇതെന്ത് ഒരു 600 രൂപയൊക്കെ വരും. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ഒരു 250 മൈൽ അങ്ങോട്ട് തരും. ഉറപ്പിക്കാമോ? അതെ, ഇത് അവന്റെ തോക്കാണ്. അപ്പൊ അവനോട് കൂടെ ഒന്ന് ചോദിക്കണം. ചോദിച്ചു എടാ 250 രൂപ തരാമെന്ന്. എന്താ ഉറപ്പിക്കട്ടെ? എടാ, ഒറ്റ തൊഴി വെച്ചൊന്നാലുണ്ടല്ലോ, നമ്മൾ അവരുടെ കയ്യിൽ നിന്നും മായാവിയെ പിടിക്കാൻ എന്തെങ്കിലും സൂത്രം അടിച്ചു മാറ്റാൻ വന്നതല്ലേ? ആ തോക്കുകൊണ്ട് നിൽക്കണ. ഞാൻ അപ്പോഴേക്കും വല്ലതും കിട്ടുമെന്ന് നോക്കട്ടെ. ഓ ശരി ശരി. ഇവരുടെ കയ്യിൽ വല്ല യന്ത്രങ്ങളുണ്ടോ നമുക്ക് നോക്കാം. ഇതെന്താ? പെട്ടെന്ന് പറ. അതൊരു പടുപ്പാണ്. നല്ല കുളിര്. കുട്ടൂസ, നിന്നെ കാണുന്നില്ലല്ലോ. നീ എവിടെ പോയി? ഞാനിവിടെ തന്നെ ഉണ്ട്. അയ്യോ, കുട്ടത്തിനെ കാണാൻ പറ്റുന്നില്ലല്ലോ. ശരിക്കും കൊള്ളാത്ത പരിപാടി. ഇത് തുറച്ച
ആരും നമ്മളെ കാണില്ല. ഇതൊന്ന് നമുക്കൊടുത്ത് മായാവി അറിയാതെ അവന്റെ മാന്ത്രിക വടി മോഷ്ടിക്കാം. അയ്യോ ചോദിച്ചല്ലോ. ഇത് മുതച്ചാൽ മായാവിക്ക് നമ്മൾ കാണാൻ പറ്റില്ല. അതിന്റെ മാന്ത്രിക വടി അടിച്ചു മാറ്റാം. മുത്താത്തി, എടാ മുത്തു, വാ നമുക്ക് വേഗം പോവാം. എന്തൊരു തമാശ! എനിക്ക് ചിരി നിർത്താനേ പറ്റുന്നില്ല. എന്റെ അമ്മേ, എന്തൊരു വേദന! അത് മായാവി ഇത്ര അധികം ചിരിച്ചിട്ടാ. ഏയ്, അതൊന്നുമല്ല. ഇന്നലെ ഞാനേ 3 ഔലൂസുണ്ട തട്ടി പഴയതായിരുന്നു. അത് കാരണം എന്റെ അമ്മോ, എന്തൊരു വയറ്റുവേദന! മായാവി, ഒരു തമാശയും കൂടെ പറഞ്ഞു തരാമോ? എന്നിട്ട് വേണം ചിരിച്ചിരിച്ച് ബാത്റൂമിലോട്ട് പോവാൻ. എന്താ പറഞ്ഞേ? ഒന്നുമില്ല, ഞാൻ തുടങ്ങട്ടെ എന്ന് പറഞ്ഞതാ. ഒരിടത്ത് കഥയല്ലേ, അത് വേണ്ട. എന്നാ ശരി. പണ്ട് ഒരു കാട്ടില്ലേ, അത് വേണ്ട വേണ്ട വേണ്ട. പിള്ളേരെ ഒടുക്കത്തൊരു ഓർമ്മ. എന്നാ ഇതുവരെ കേൾക്കാത്ത ഒരു തമാശ കേട്ടോ. ഹോട്ടൽ ആണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ കഴിയ ഒരു അപ്പൂപ്പൻ. എന്തുണ്ട് അപ്പോൾ ബാർബർ, കട്ടിങ്ങും ഷേവിങ്ങും അപ്പോൾ അപ്പൂപ്പൻ. 2 ഓരോ പ്ലേറ്റ് പോരട്ടെ. അയ്യോ, എന്താ ചിരിക്കുന്നില്ലേ? പിന്നെ പഴയ സിനിമയിലെ ഡയലോഗ് അടിച്ചാൽ നമ്മൾ ചിരിക്കുമെന്ന് വിചാരിച്ചോ? അയ്യടാ, ഒരു കട്ടിങ്ങും ഷേവിങ്ങും. ക്ഷമിച്ച് കള എന്റെ രാധേ. മായാവി, ഞങ്ങൾക്ക് ബലൂണും മുട്ടായും തരാമോ? അത്രയും മതിയോ? എന്നാ പിടിച്ചോ. ഓ പിടിച്ചപ്പാ. ഇനി ഒരു കഥയും കൂടി പ്ലീസ്. ഞങ്ങളുടെ പൊന്നു മായാവിയല്ലേ. എന്നാൽ ശരി, ഞാൻ നിങ്ങൾക്ക് ഒരു മനോഹരമായ പുതിയ കഥ പറഞ്ഞുതരാം. ഒരു മാന്ത്രികൻ. നമുക്ക് പമ്പി പോവാം. നീ എന്താണ് എന്നോട് വരാൻ പറഞ്ഞേ? അതല്ല, നീ കുളിച്ചിട്ട് എത്ര ദിവസമായി? ഭയങ്കര പാടാ. എടാ ലുട്ടാപ്പി, നീ എന്താണ് ഇപ്പൊ ഒരു ശബ്ദം ഉണ്ടാക്കിയത്? അയ്യോ, സത്യമായിട്ടും ഞാൻ കൈ കൊണ്ടോ കാല് കൊണ്ടോ എന്റെ വാ കൊണ്ട് പോയി ഞാൻ ശബ്ദം ഉണ്ടാക്കില്ല. പക്ഷേ എവിടെന്നോ ഒരു ശബ്ദം വന്നു.
അയ്യോ എന്റെ വടിയെടുത്തു. അത് ഇങ്ങോട്ട് താ. എന്റെ വടിയാ. എന്റെ വടിയില്ലാതെ എനിക്ക് ഒരു ശക്തിയും ഇല്ല. ഇനി എന്ത് ചെയ്യും രാധേ? എനിക്കൊരു ഐഡിയ ഉണ്ട്. നമുക്ക് ഇങ്ങനെ ചെയ്താലോ? അയ്യോ വടി എവിടെ? മാതൃ എവിടെ? എവിടെ? എന്റെ കയ്യിൽ ഇപ്പൊ ഉണ്ടായിരുന്നല്ലോ. മായാവി ദാ വടി കിട്ടി, പിടിച്ചോ? ഓ കിട്ടിപ്പോയി, കിട്ടിപ്പോയി. വടി ഞാൻ അടിച്ചു മാറ്റി. നിങ്ങളെ ഒക്കെ ഇപ്പം ശരിയാക്കി തരാം. ഓം കൂട്ടിച്ചേട്ടാ.